സോളാർ ഗ്രീൻ ഹൗസ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്. സോ ഈ ഒരു പേര് പോലെ തന്നെ ഇതൊരു വീടാണ്, ഒരു ഹൗസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറും ഒരു ഹൗസല്ല, ഗ്രീൻ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഹൗസ് യൂസ് ചെയ്യുന്നത് ചെടികൾ വളർത്താൻ വേണ്ടിയിട്ടാണ്, ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസസ് യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹൗസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രീൻ ഹൗസസ് എന്ന് പറയുക. സോ സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സോളാർ എനർജി ആയിരിക്കും. സോ നമുക്ക് അറിയാം, സോളാർ എനർജിയുടെ ഒരു മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റ് നന്നായിട്ടുണ്ടായിരിക്കും നമ്മുടെ സോളാർ എനർജിയിൽ. ആ ഒരു ഹീറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് വെച്ചിട്ട് ഗ്രോ ചെയ്യുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. സോ അത്തരത്തിലുള്ള പ്ലാന്റ്സിനെയൊക്കെ ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നല്ലൊരു കോൾഡ് ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നല്ല മഞ്ഞുള്ളൊരു സ്ഥലമാണ്, പക്ഷെ അവിടെ നമുക്ക് കൃഷി ചെയ്യണം. അതിന് കുറച്ചുകൂടെ ഒന്ന് ചൂടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് വേണ്ടത്, എൻവയോൺമെൻറ്റാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു കോൾഡ് ഏരിയ നമുക്ക് ഈ ഫാമിങ്ങിന് പറ്റുന്ന രീതിയിൽ കുറച്ച് വാമറാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹൗസ് പോലെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഒരു പെർട്ടിക്കുലർ സ്പേസിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, ഫാമിങ്ങിന് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ഹൗസസിനെയാണ് നമ്മൾ എന്ത് പറയുക, സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുക. കാണാൻ വളരെ ഭംഗിയാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇതിന് ചുറ്റും ഈ വാൾസും റൂഫും ഒക്കെ എന്താണ്, ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു സോളാർ ഗ്രീൻ ഹൗസിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നതും ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്. ലൈറ്റ് വന്ന് ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റൂഫിൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം ഗ്ലാസ് തന്നെ, ഈ ഗ്ലാസ്സിലേക്ക് വന്ന് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ മറ്റേ ഭാഗത്ത് എന്തുണ്ടായിരിക്കും, അതിൻ്റെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അതായത് വരുന്ന സോളാർ എനർജി മൊത്തം എന്ത് ചെയ്യാണ്, ഈ ഒരു ഗ്ലാസ് അബ്സോർബ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. സോ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു സോളാർ എനർജി, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം കവർ ചെയ്തിട്ട് ഈ ഒരു ഉൾഭാഗത്തേക്ക് വന്നു. സോ ഇവിടെ ഒരുപാട് കണ്ടൻസ് ഉണ്ട് അല്ലേ, ഈ ഒരു മെറ്റീരിയൽസ് ഒരുപാടുണ്ട്, പ്ലാന്റ്സ് ഒരുപാടുണ്ട്. ഇവരൊക്കെ അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും ആ വരുന്ന സോളാർ എനർജീനെ. അവിടെ എന്തുണ്ടായിരിക്കും, ഹീറ്റ് എനർജി ഉണ്ടായിരിക്കും, ലൈറ്റ് എനർജി ഉണ്ടായിരിക്കും. സോ ഇത് രണ്ടും എല്ലാം എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്യാണ്. വരുന്ന റേഡിയേഷൻ ഡയറക്റ്റ് റേഡിയേഷൻ ആയിക്കോട്ടെ, ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ ആയിക്കോട്ടെ, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഡിഫ്യൂസ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു മീഡിയത്തിലേക്ക് എൻറ്റർ ആവും. then അവിടെയുള്ള കണ്ടൻസ് മൊത്തം അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മീഡിയത്തിൽ എത്രത്തോളം അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ അതിലൊരു സ്മോൾ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റഡ് ആവും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന റേഡിയേഷനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, വിസിബിൾ റീജിയൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ വരുന്ന ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൽ ഒരുപാട് നമ്മൾ കാണുന്ന ആ ഒരു വിസിബിൾ റീജിയൻ അല്ലാതെ ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. സോ അതിൽ ഇതൊക്കെ എല്ലാം കൂടിയാണ് വന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മീഡിയത്തിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, ഇവർ അബ്സോർബ് ചെയ്യുന്നതും. അപ്പോൾ ഈ അബ്സോർബ് ചെയ്യുന്ന അത്രയും തന്നെ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുമുണ്ട്. അത് കൂടുതൽ എന്തായിരിക്കും, ലോങ്ങർ വേവ് ലെങ്ത്തുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ വരുന്ന റേഡിയേഷൻസ് ഈ ഒരു കണ്ടൻസ് മൊത്തം ഫ്ലോർ, എർത്ത്, ഇവിടെയുള്ള പ്ലാന്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ലോങ്ങർ വേവ് ലെങ്ത്തുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഇവിടെ നിന്നിട്ട് എമിറ്റഡ് ആയി പോകുന്നുണ്ട്. പക്ഷേ ഈ എമിറ്റഡ് ആവുന്ന ആ ലോങ്ങർ വേവ് ലെങ്ത്തുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് ഈ ഒരു റൂഫിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ആ ഒരു ഹീറ്റ് എഫക്റ്റ് എന്ത് ചെയ്യാണ്, ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്താവും, ആ ഒരു റേഡിയേഷൻസ് മൊത്തം അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഈ ഒരു ഏരിയ എന്താവും, കൂടുതൽ കൂടുതൽ വാമറായിട്ട് വരും അല്ലേ. അതിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുക. ആ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു സോളാർ ഗ്രീൻ ഹൗസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിനേക്കാളും കൂടുതൽ എന്താണ് നടക്കുന്നത്, ആ എമിറ്റഡ് ആവുന്ന റേഡിയേഷൻസ് പുറത്തേക്ക് പോകുന്നില്ല, നോട്ട് അലൗവിങ് വാമഡ് എയർ ടു എസ്കേപ്പ് എന്നുള്ളതാണ് മെയിനായിട്ട് അവിടെ ഒരു വാമർ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ. So the incident solar radiation, the visible
and the adjacent portions of the infrared and ultraviolet ranges of the spectrum passes through the glass roof and walls and is absorbed by the floor, earth and the contents, which become warmer and re-emit the energy as longer wavelength infrared radiation. So ഇതാണ് അവിടെ നടക്കുന്ന വർക്കിംഗ് and it is known as greenhouse effect. An actual greenhouse is warmer not because of the greenhouse effect, by preventing convective cooling, not allowing warmed air to escape. ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ മെയിനായിട്ട് ഈ ഒരു വാമർ ഫീൽ കിട്ടാനുള്ള മെയിൻ റീസൺ എന്താണ്, അവിടെ ഹീറ്റാവുന്ന ആ ഒരു വാംഡ് എയറിന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് വഴി അവിടെ ഒരു വാംഡ് എയർ ഫോം ചെയ്യുന്നുണ്ട്. അത് പുറത്തേക്ക് പോകാനായിട്ട് അതിന് പോസിബിൾ ആണ്, അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും ആ ഒരു കൺവെക്റ്റീവ് കൂളിംഗ് വഴി. അപ്പോൾ നമുക്കവിടെ ഒരു ഹീറ്റ് കിട്ടുന്നില്ല. നേരെ മറിച്ച് ആ ഒരു ഹീറ്റ് പുറത്ത് പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു വാംഡ് കണ്ടീഷൻ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് പറയാം അവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റിനേക്കാളും ആക്ച്വൽ റീസൺ എന്താണ്, ഒരു കൺവെക്റ്റിംഗ് കൂളിംഗ് അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സോളാർ ഗ്രീൻ ഹൗസ് നമുക്ക് പല ഷേപ്പിലായിട്ട് ഉണ്ടാക്കാം. ഇതേപോലെ ഒരുപാട് ഷേപ്സിലായിട്ട് ഉണ്ടാക്കാം. നമ്മളതിൻ്റെ ഒരു കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീൻ ഹൗസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇത് കാണാൻ വളരെ ഭംഗിയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഈ ഒരു സോളാർ ഗ്രീൻ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസ്. അപ്പോൾ ഫ്രീ സ്റ്റാൻഡിങ് ആണ്. അതെന്താണ്, ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മളൊരു സെപ്പറേറ്റ്, നമുക്ക് കൂടുതലായിട്ട് സോളാർ എനർജി റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഏതാണോ ആ ഒരു ഏരിയയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് ഒരു ഹൗസ് ക്രിയേറ്റ് ചെയ്യാണ് വിത്ത് ഫുൾ ഓഫ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുക, ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസ് എന്ന് പറയാം. These are separate structures that are usually built when a large growing area is desired than an attached design provides. So ഒരു attached ഡിസൈനേക്കാളും കൂടുതൽ ലാർജർ ഏരിയ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസസ് പ്രിഫർ ചെയ്യാം. Large greenhouses are usually easier to manage because temperatures in small greenhouses vary more rapidly. നമുക്കൊരു ചെറിയൊരു ഗ്രീൻ ഹൗസിനേക്കാളും എപ്പോഴും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്തുതന്നെയാണ്, ലാർജർ ഗ്രീൻ ഹൗസസ് തന്നെയാണ്. സോ നമുക്ക് എന്തായിരിക്കും, ടെമ്പറേച്ചേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഗ്രീൻ ഹൗസിൽ തന്നെ നമുക്ക് ബേസിക്കായിട്ട് 2 ഡിസൈൻസ് ഉണ്ട്. ഒന്ന് ഷെഡ് ടൈപ്പ് ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് കോൺസെപ്റ്റ് ഹട്ട്. സോ ഇത്തരത്തിൽ 2 ബേസിക് ഡിസൈൻസ് ആണുള്ളത്. സോ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷെഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ടു വെയർ ഇറ്റ്സ് ലോങ് ആക്സിസ് റൺസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. The south-facing wall is glazed to collect the optimum amount of solar energy. The north-facing wall is insulated to prevent heat loss. So ഒരു ഡിസൈൻ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ്, ഇങ്ങനെയാണ് അതിന് ഡിസൈൻ എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പറയുക ഷെഡ് ടൈപ്പ് എന്ന്. സോ ഇതിൽ ഈ ഒരു ആക്സിസ്, ഈ ഒരു ലോങ് ആക്സിസ് എന്തായിരിക്കും, ഈസ്റ്റ് ടു വെസ്റ്റ് ആയിരിക്കും ഈ ഒരു ലോങ് ആക്സിസ് ഉണ്ടായിരിക്കുക. ദെൻ ഒരു ഷെഡ് പോലെ തന്നെ ഇതിൻ്റെ ഒരു സൗത്ത് ഫേസിങ് വാൾ, ഈ ഭാഗം എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. ആൻഡ് ദി അനദർ പോർഷൻ വിൽ ബി ഇൻസുലേറ്റഡ്. അതായത് നോർത്ത് ഫേസിങ് വാൾ എന്തായിരിക്കും, ഇൻസുലേറ്റഡ് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താ, ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ നമ്മൾ ഒരു ലോങ് ആക്സിസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സൗത്ത് നോർത്തിൽ നമ്മൾ സൗത്ത് സൈഡ് എന്തുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, എക്സ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണ്, കാരണം മോർണിംഗ് ഈസ്റ്റിലായിരിക്കും എന്തിനാ സൺറൈസ് ഉണ്ടായിരിക്കും. സോ മോർണിംഗിൽ ഈസ്റ്റ് സൈഡ് എന്താണ്, ഓക്കെയാണ്. ആൻഡ് വെസ്റ്റ് സൈഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ വെസ്റ്റ് സൈഡും ഓക്കെയാണ്. സോ ഈ ഈസ്റ്റ് സൈഡും വെസ്റ്റ് സൈഡും ഒരു ഒപ്റ്റിമം റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സോളാർ എനർജി കിട്ടുന്നത്. പക്ഷേ സൗത്ത് റേഞ്ച് എടുത്ത് നോക്കിയാൽ ഫുൾ സൺ ഇസ് ഹോട്ട്. സൗത്ത് സൈഡിൽ ഫുൾ ടൈം എന്തായിരിക്കും, സൺ വളരെ ഹോട്ടായിരിക്കും ആൻഡ് വിൽ റിക്വയർ ഷെയ്ഡ് ക്ലോത്ത് ഇൻ സമ്മർ. സോ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. നോർത്ത് സൈഡ് ആണെങ്കിൽ ടു ഷാഡ് ആയിട്ടായിരിക്കും നമുക്ക് ഓൾ ദി ടൈം ഉണ്ടായിരിക്കുക. സോ നമുക്ക് കുറച്ചുകൂടെ നല്ലത്, സോളാർ എനർജി കുറച്ചുകൂടെ നന്നായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഭാഗത്താണ്, ഈ ഒരു സൗത്ത് സൈഡാണ്. അത് കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന എക്സ്പോസ് ചെയ്യുന്ന ഒരു ഭാഗം സൗത്ത് സൈഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
നോർത്ത് സൈഡ് ഇൻസുലേറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വരുന്ന റേഡിയേഷൻസിനെ മാക്സിമം ഇതിനുള്ളിൽ തന്നെ വെക്കുക, പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർത്ത് സൈഡ് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഡിസൈൻ ഇസ് ക്വൻസെൻറ്റ് ഹട്ട്. സോ ഈ ക്വൻസെൻറ്റ് ഹട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഷെഡ് ടൈപ്പ് പോലെയല്ല, ഇവിടെ എന്തില്ല, ഒരു നോർത്ത് വാളില്ല, അതായത് ഇൻസുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമില്ല, ഫുൾ ഓഫ് എന്താണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം തന്നെയാണ്. സോ ഇങ്ങനെ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യണം, ഫുൾ ഓഫ് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം വെച്ചിരിക്കുകയാണ്, ഒരു ഭാഗം എന്ത് ചെയ്യുന്നില്ല, ഇൻസുലേറ്റ് ചെയ്ത് വെക്കുന്നില്ല. സോ ഇത്തരത്തിൽ 2 ഡിസൈനാണ് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. The next type of solar greenhouse എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ് ആണ്. സോ ആസ് ദി നെയിം സജസ്റ്റ്, എന്താണ് ഈ ഒരു ഗ്രീൻ ഹൗസ് അറ്റാച്ച്ഡ് ആണ്, അറ്റാച്ച്ഡ് ടു എനി ബിൽഡിംഗ് അല്ലെങ്കിൽ യൂഷ്വലി എന്താണ് ഒരു ഹൗസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസിനാണ് നമ്മൾ അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ് എന്ന് മെൻഷൻ ചെയ്യുക. സോ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ടൈപ്പിലുള്ളതിനാണ് നമ്മൾ ഒരു ഗ്രീൻ ഹൗസ്, അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. സോ ഈ ഒരു അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു കോൾഡ് ഏരിയയിലാണ് നമ്മളൊരു ഹൗസിന് അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ ഹൗസ് പ്ലേസ് ചെയ്തിരിക്കുമെന്ന് വെച്ചോളൂ. സോ ഈ ഭാഗത്ത് എന്തായിരിക്കും, ഒബ്വിയസ്ലി ഈ ഒരു ഹീറ്റ് കൂടുതലായിരിക്കും, വാമറായിരിക്കും. സോ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ്, വാമർ എയർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഒരു യൂഷ്വലി ഒരു ഹൗസ് എന്ന് പറയുമ്പോൾ ആ ബിൽഡിങ്ങിലേക്ക് എന്തുണ്ടായിരിക്കും, ഒരു ചെറിയൊരു എഫക്റ്റ് ഉണ്ടായിരിക്കും. സോ ഒരു കോൾഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസ് ഉണ്ട്, അത് അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കൂടുതൽ വാമറായിട്ട് വീടിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹീറ്റ് നമുക്ക് ലഭിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അത് കാരണം കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നുന്നത്. This structure is constructed as a thermally efficient structure attached to the south side of another building, usually a house. സോ ഒരു ഹൗസിലേക്ക് ഏതുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, സൗത്ത് സൈഡ് ഓഫ് ദി ബിൽഡിങ്ങിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്ത് തന്നെയാണ്, സൗത്ത് സൈഡിലാണ് നമുക്ക് കൂടുതലായിട്ട് സൺ ലൈറ്റ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുക. The most efficient use of space is to construct the greenhouse twice as long as it is wide. സോ ഇതിൽ ഏറ്റവും കൺവീനിയൻറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 to 10 feet ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കണം, ഒരു 60 to 20 feet ആയിരിക്കണം. സോ അത്രയ്ക്കും ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. സോ ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ദി ഈസ്തറ്റിക് പ്ലീസിങ് ലുക്ക് ഓഫ് ആൻ അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ് ആൻഡ് എൻജോയ് ദി ബെനിഫിറ്റ് ഓഫ് ദി ഹീറ്റിംഗ് ഇറ്റ് ഹെൽപ്സ് പ്രൊവൈഡ് ടു അഡ്ജസൻറ്റ് റൂംസ്. Then the third type is the pit greenhouse. സോ ഈ ഒരു പിറ്റ് ഗ്രീൻ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഫ്രീ സ്റ്റാൻഡിങ് ആയാലും ശരി, അറ്റാച്ച്ഡ് ഗ്രീൻ ഹൗസ് ആയാലും ശരി, എന്ത് തന്നെയായിരുന്നു, നമ്മുടെ ഒരു സർഫസിന് എബവ് തന്നെയായിരുന്നു. ബട്ട് ഈ ഒരു പിറ്റ് ഗ്രീൻ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസിന് കുറച്ച് താഴെയായിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പുള്ള ഗ്രീൻ ഹൗസ്, പിറ്റ് ഗ്രീൻ ഹൗസ് ഉണ്ടാക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഹൊറിസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് താഴെ, കുറച്ച് ഫീറ്റ്സ് താഴോട്ട് നമ്മൾ ഡിഗ് ചെയ്തിട്ട് ആ ഒരു പോർഷനിലാണ് നമുക്ക് ഈ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനുള്ള ഒരു ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സർഫസ് ഏരിയ, സോ ആ ഒരു സോണിൽ ഉള്ള എത്രയാണോ ടെമ്പറേച്ചർ ഉള്ളത് അതിനേക്കാളും ഒബ്വിയസ്ലി കൂടുതൽ തന്നെ ആയിരിക്കും കുറച്ച് ഫീറ്റ് നമ്മൾ താഴോട്ട് ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ. സോ നമുക്ക് കൂടുതൽ ഹീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. Peat greenhouses are extremely energy efficient as they are essentially a hole dug into the ground with an attached glass structure. So ഇതിൽ തന്നെയാണ് ഗ്ലാസ് സ്ട്രക്ചർ തന്നെയാണുള്ളത്. At a depth of 4 feet, the earth retains a temperature of roughly 50 degrees year round. So കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്നത് എവിടെ തന്നെയാണ്, കുറച്ച് എർത്തുന്ന ഒരു കുറച്ച് ഡെപ്തിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് 10 degrees warmer than that of an above ground greenhouse. ഒരു ഗ്രൗണ്ട് ഗ്രീൻ ഹൗസിന് എത്ര പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതിനേക്കാളും കൂടുതൽ തന്നെ ഒരു പിറ്റ് ഗ്രീൻ ഹൗസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടും അറ്റാച്ച്ഡ് ആയിട്ടും നമുക്കിതിനെ ക്രിയേറ്റ് ചെയ്യാം, കൺസ്ട്രക്റ്റ് ചെയ്യാം. സോ അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിലും അത് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വേ തന്നെയാണ്, ഫ്രീ സ്റ്റാൻഡിങ് ആണെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വേ തന്നെയാണ്. And the fourth one is the solar cold frame.
സോ ഒരു സോളാർ കോൾഡ് ഫ്രെയിം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടത് ഒരു ഹൗസ് പോലുള്ളൊരു മേക്കിംഗ് ആണ്. സോ സോളാർ ഗ്രീൻ ഹൗസിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സോളാർ ഗ്രീൻ ഹൗസ് ഈ ഒരു പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ചെറിയ സൈസ് തൊട്ടിട്ട് വലിയ സൈസ് വരെ ഉണ്ട്. സോ അതിൽ ചെറിയ സൈസിനെയാണ് നമ്മൾ സോളാർ കോൾഡ് ഫ്രെയിം എന്ന് പറയുന്നത്. എ കോൾഡ് ഫ്രെയിം ഇസ് എ സ്മോൾ സ്ട്രക്ചർ വിത്ത് എ ട്രാൻസ്പെറൻറ്റ് റൂഫ് ലൈക്ക് മിനിയേച്ചർ ഗ്രീൻ ഹൗസ്. സോ ഒരു മിനിയേച്ചർ ഗ്രീൻ ഹൗസിനെയാണ് നമ്മൾ എന്ത് പറയുക, സോളാർ കോൾഡ് ഫ്രെയിം എന്ന് പറയാം. ഇത് കൂടുതലായിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നത് സോളാർ എഫിഷ്യൻറ്റ് ഹോട്ട് ബെഡ്സ് എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇത്തരത്തിലൊരു ചെറിയൊരു സെറ്റപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മോറലെസ് ഒരു സോളാർ കുക്കർ പോലെ തന്നെയുണ്ട്. ഇറ്റ്സ് ബിൽഡ് ലോ ടു ദി ഗ്രൗണ്ട്, ജസ്റ്റ് ഹൈ ഇനഫ് ടു അക്കോമഡേറ്റ് ദി ന്യൂ ബേബി പ്ലാന്റ്സ്. സോ ചെറിയ ചെറിയ പ്ലാന്റ്സിനൊക്കെ ഗ്രോ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സോളാർ കോൾഡ് ഫ്രെയിം യൂസ് ചെയ്യുന്നത്. When the weather becomes unexpectedly cold or very rainy, the cold frame keeps the plants warm and dry. So നമുക്കിവിടെ ഒരു കോൾഡായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് വെതർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വെതർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോളാർ കോൾഡ് ഫ്രെയിം യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള സോളാർ കോൾഡ് ഫ്രെയിംസ് ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്ത് വേണേൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതലായിട്ടൊരു വീട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അതും ബെറ്റർ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് ഹീറ്റ് കിട്ടുന്നത് ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നതും എന്ത് തന്നെയാണ്, ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള വേ തന്നെയാണ്. The design includes a south orientation, an opaque and insulating noise-reflecting wall and removable glazing. So അത്തരത്തിൽ നോർമൽ ഒരു ഗ്രീൻ ഹൗസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ ഒരു സോളാർ കോൾഡ് ഫ്രെയിമും. ബട്ട് എന്താണ്, ഇതിൻ്റെ സ്ട്രക്ചർ വളരെ സ്മോൾ ആയിരിക്കും. And the fifth one is high tunnels or hoop houses. So ഇതിൻ്റെ വലിയൊരു പ്രത്യേകത, അപ്പാർട്ട് ഫ്രം ഓൾ ദി എബൌട്ട് ടൈപ്സ്, ദി ഹൈ ടണൽസ് ആസ് ദി നെയിം സജസ്റ്റ്, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് ഹൈ ടണൽസ്. വളരെ ഹൈറ്റിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഗ്രീൻ ഹൗസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈ ടണൽസ് എന്ന് പറയാം. സോ ഈ ഗ്രീൻ ഹൗസിൽ തന്നെ ഞാൻ പറഞ്ഞു വളരെ സൈസ് വേരിയിങ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസസ് ഉണ്ട്. സോ അതിൽ ഏറ്റവും ചെറുതിനെ നമ്മൾ സോളാർ കോൾഡ് ഫ്രെയിം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതിനെയാണ് നമ്മൾ ഹൈ ടണൽസ് അല്ലെങ്കിൽ ഹൂപ്പ് ഹൗസസ് എന്ന് പറയാം. സോ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരിക. സോ കണ്ടോ, നമുക്കൊരു ട്രാക്ടറിനെ തന്നെ ഈ ഒരു സോളാർ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ കുറച്ചുകൂടെ നമ്മൾ ഒരു എക്കണോമിക്കലായിട്ട് നോക്കുകയാണ്, ഒരു ബിസിനസ് മൈൻഡിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹാർവെസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഹൈ ടണൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്മോളറായിട്ടുള്ള സ്മോൾ എമൗണ്ട്സിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്, ചെറിയ തോതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേ ഉള്ള ഫസ്റ്റ് 3 ടൈപ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെ, ഫ്രീ സ്റ്റാൻഡിങ്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് സോളാർ ഗ്രീൻ ഹൗസ് ആൻഡ് തേർഡ് വൺ പിറ്റ് ഗ്രീൻ ഹൗസ്. ഇപ്പോൾ ഈ 3 എന്താണ്, നമ്മളുടെ വീട്ടിൽ നമ്മളുടേതായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ മേക്ക് ചെയ്യാം ഒരു ചെറിയ എമൗണ്ടിൽ, സ്മോൾ സ്കെയിലിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി അതല്ല നമുക്ക് ചെറിയ രീതിയിൽ വളരെ ചെറുതായിട്ടുള്ള സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ അതിന് സോളാർ കോൾഡ് ഫ്രെയിം യൂസ് ചെയ്യാം. ഇനി അതെല്ലാം നമ്മൾ വലിയൊരു ഹൈ സ്കെയിലാണ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ, ഫാമിംഗ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഹൈ ടണൽസ് യൂസ് ചെയ്യുക. So high tunnels actually represent a relatively new development in the world of protected farming and gardening. ഏറ്റവും ന്യൂ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഈ ഹൈ ടണൽസ് അല്ലെങ്കിൽ ഹൂപ്പ് ഹൗസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. Although similar to a standard greenhouse, high tunnels are uniquely designed to be lighter, more mobile, more flexible, and more versatile than their larger, more permanent കസിൻസ്. സോ ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, കാരണം നമ്മൾ ഹൈ ഹാർവെസ്റ്റിങ്ങിനൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം ഈ ഒരു ഹൈ ടണൽസിന് ഉണ്ടായിരിക്കും. സോ അതിൻ്റെ റിസർച്ചസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈ ടണൽസ് ആർ ഓഫൻ taller with higher ground posters than a standard greenhouse. So standard greenhouse തന്നെ കമ്പയർ നോക്കുമ്പോൾ വളരെ ഹൈറ്റ് കൂടുതലായിരിക്കും. Many of the standard sizes of traditional greenhouses are not tall enough to drive a tractor directly inside. High tunnels were developed to give growers that much extra headscape to fit the big machines. So
അതിനൊക്കെ കൺവീനിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈ ടണൽസിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഗ്രീൻ ഹൗസിൻ്റെ 5 ടൈപ്സ് നോക്കി ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്, ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതെന്ന് മാത്രം. നമുക്ക് എന്ത് ചെയ്യും, ഇതുകൊണ്ടുള്ളൊരു ഏറ്റവും സ്പെഷ്യലായിട്ട് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. സോ നമുക്കിപ്പോൾ നല്ല കോൾഡ് വെതറാണെന്ന് വെച്ചോ, നമുക്കൊരു നല്ലൊരു വാമർ കണ്ടീഷനിൽ മാത്രം ഗ്രോ ചെയ്യുന്ന ചില പ്ലാന്റ്സ് ഒക്കെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു ഗ്രീൻ ഹൗസ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഫാം ചെയ്യാൻ പറ്റും. സോ അതുവഴി നമുക്ക് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഡിമാൻഡ് കൂടുതലായിരിക്കും, നമുക്ക് കൂടുതലായിട്ട് അതിനെ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ്സ് ഇതിന് ഈ ഒരു സോളാർ ഗ്രീൻ ഹൗസിനുണ്ട്. So, using appropriate local materials, they can be constructed to provide extended or even year-round growing seasons. So, നമുക്ക് growing seasons change ചെയ്യാനായിട്ട് സാധിക്കും. The crops grown during colder months can be sold at the market during low supply time periods, demanding a high price or supplement food supplies for families and small communities. സോ നമുക്ക് ഇതേപോലെ തന്നെ ഹൈ പ്രൈസിൽ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഡിമാൻഡ് ചെയ്യാണ്ട് സാധിക്കും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദി നാച്ചുറൽ ആൻഡ് സംടൈംസ് അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെൻറ്റ്. സോ നമ്മുടെ ഒരു വെതർ കണ്ടീഷൻ, നമുക്ക് ചിലതൊന്നും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ഹൗസിൽ വയ്ക്കുമ്പോൾ ആസ് ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൂടുതൽ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് കുറച്ച് ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഒരു എസ്സേ ടൈപ്പിൽ നമുക്ക് ഒരു തവണയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്തായാലും വരാറുണ്ട്, ഷുവറാണ്.